ആര്യ, ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും തമാശ എൻജോയ് ചെയ്ത ഒരു ഭാഗം കേട്ടിട്ടില്ല ചർച്ചയിൽ. ഇവർക്ക് തൃപ്തിയില്ലെങ്കിൽ ഇവർ ഞങ്ങളോട് പരാതിപ്പെട്ടിട്ട് എന്താ കാര്യം? ഞങ്ങൾ എന്താ ചെയ്ത്? ഇവർ ഈ മഴക്കാർ കാണുമ്പോൾ വി ഡി സതീശനെയും കേരളത്തിലെ UDF സർക്കാരിനെയും കോൺഗ്രസിനെയും കുറ്റം പറയാതെ നിങ്ങൾ ആ ജെമിനിയോട് ചോദിക്കുന്നേ. കഴിഞ്ഞ ദിവസം ആധികാരികമായിട്ട് ജെമിനിയോട് ചോദിച്ച് കാര്യങ്ങൾ കണ്ടെത്തി തന്നില്ലേ തോമസ് ഐസക്? ഇനി ജെമിനിയോട് ചോദിക്കാനായിട്ടുള്ള അറിയില്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് ശാസ്ത്രജ്ഞനോട് ചോദിച്ചാൽ അദ്ദേഹം ശാസ്ത്രീയമായിട്ട് ചോദിച്ച് മറുപടി തരും. ആരാണ് കുട്ടികളുടെ പേജ് ഡിലീറ്റ് ചെയ്തതെന്ന്. ഞാൻ എന്തായാലും വ്യക്തിപരമായും അത്തരത്തിൽ കുട്ടികളുടെ പേജ് ഹൈഡ് ചെയ്തതിനോടൊന്നും യോജിപ്പുള്ള ഒരാളല്ല. കാരണം കുട്ടികളടക്കം ഈ രാജ്യത്ത് വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് ശ്രമിക്കുന്ന, രാഷ്ട്രീയം പറയുന്ന, സമ്മതിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം പേജുകളൊക്കെ ഹൈഡ് ചെയ്യുന്നതിനോട് വ്യക്തിപരമായി യോജിപ്പില്ല. അത് മാത്രമല്ല, അതൊന്നും കോൺഗ്രസിന്റെ പണിയല്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോയുടെ നേതാക്കന്മാർ പറഞ്ഞാൽ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾ കുട്ടികളെ കൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ്? കുട്ടികളുടെ രാഷ്ട്രീയം പറഞ്ഞോട്ടെ, അതിനെന്താ? ഞങ്ങൾ ആരെങ്കിലും എതിർത്തോ? എനിക്ക് തോന്നുന്നു ആ പേജ് പൂട്ടിപ്പോകാനുള്ള കാരണം അതിന്റെ താഴെ പോയി മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒരു കമന്റ് ഇട്ടു. അദ്ദേഹം കമന്റ് ഇട്ടപ്പോൾ തന്നെ ഡിം എന്ന് പറഞ്ഞ് തീർന്നു പോയതാകാൻ സാധ്യതയുള്ളൂ. അദ്ദേഹം എവിടെ ഇടപെട്ടാലും ഇതാണ് സംഭവിക്കുക. അതിന് ഞങ്ങളുടെ മക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം? ഞങ്ങൾ നിങ്ങളെ വല്ലതും ചെയ്തോ? ഇനി നിങ്ങൾ പറയുന്നത് ആരുടെയൊക്കെ ചാനലിന്റെ കാർഡ് പോയെന്ന്. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തെ വിമർശിച്ച് പോസ്റ്റ് ഇടാത്ത, കാർഡ് ഇടാത്ത ഏതെങ്കിലും ഒരു ചാനൽ കേരളത്തിലുണ്ടോ? ഏതെങ്കിലും ഒരു ചാനൽ? അപ്പൊ മുഖ്യധാര മാധ്യമങ്ങൾ, ഒട്ടുമിക്ക മാധ്യമങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇടാറുണ്ട്, കാർഡ് ഇടാറുണ്ട്. അതുപോലെ തന്നെ പത്രങ്ങൾ വാർത്ത ഇടാറുണ്ട്. നിങ്ങൾ തന്നെ എത്രയോ പോസ്റ്റും കമന്റും ഇടുന്നു. നിങ്ങൾ എത്രയോ വാർത്തകൾ പറയുന്നു. നിങ്ങൾ എത്രയോ റീൽസ് ഉണ്ടാക്കുന്നു. ഇതെല്ലാം പൂട്ടിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് അതൊന്നും അല്ല പണി. നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. എല്ലാവരും നിങ്ങളുടെ പോലത്തെ പണിയാണെന്ന് വിചാരിക്കില്ലേ? മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന്റെ പേരിൽ പേജ് പൂട്ടിക്കളഞ്ഞു, അല്ലെങ്കിൽ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ പറയും. പണ്ട് പിണറായി വിജയനെ വിമർശിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടതിന്റെ പേരിൽ. മനസ്സിലായില്ലേ? മറ്റേ ദുബായിലുള്ള മറ്റേ ഗൾഫിൽ എവിടെയും കണ്ടുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെയുള്ള സഖാക്കന്മാർ പോയി ഇടിച്ച് ഇഞ്ച പരുവാക്കി അയാൾ അവിടുന്ന് പണിയും കളഞ്ഞു വിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ നേരമില്ല. ഞങ്ങൾക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. നിങ്ങൾ കമന്റ് ഇടുക, പോസ്റ്റ് ഇടുക, വിമർശിക്കുക, കാർഡ് ഇടുക, എന്തെങ്കിലും ചെയ്യും. ഇപ്പൊ മെയിൻ പ്രശ്നം മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച ഒരു വിഷയത്തിൽ ശ്രദ്ധ തിരിക്കണം. അതിന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഇറങ്ങി നിന്ന് ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടും ഏക്കാതെ വന്നു. ഇപ്പൊ പേജ് പോയി, കാർഡ് പോയി എന്ന് പറയുന്നു. കാർഡ് പോയവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവർ പരാതി കൊടുക്കട്ടെ, അവരുടെ പരാതിയോടൊപ്പം നിൽക്കാമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ എന്താ ചെയ്തേ? നിങ്ങൾ ഞങ്ങളെ തെറി പറയോ, നിങ്ങൾ ആക്ഷേപിക്കുകയോ എന്തെങ്കിലും ചെയ്യും. ഞങ്ങളെയൊക്കെ വ്യക്തിപരമായി തന്നെ ആക്ഷേപിക്കുന്ന എത്ര കമന്റും പോസ്റ്റും ഒക്കെ ഇടുന്നുണ്ട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ. ഞങ്ങൾ ആരെങ്കിലും ഇതിന്റെ പുറകെ വെക്കുന്നുണ്ടോ? ആക്ഷേപകരമായിട്ടുള്ള പോസ്റ്റുകൾ ഇടുന്ന അല്ലെങ്കിൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന യൂട്യൂബ് ചാനലോ ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റാഗ്രാം പേജിനെതിരെ അത് ബാധിക്കപ്പെടുന്ന മനുഷ്യർക്ക് പരാതി കൊടുക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. പരാതി കൊടുത്തിട്ടുണ്ടാവും, മറ്റേ ചിലപ്പോൾ നടപടി എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ യൂട്യൂബ് അങ്ങനെ നടപടി എടുത്തിട്ടുണ്ടാകും. അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെ ആക്ഷേപിക്കുന്ന ഒരു പേജ് അല്ല. നമുക്ക് വേണമെങ്കിൽ അതൊരു ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പേജ് എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അല്ല, ഞാൻ പറഞ്ഞ എനിക്ക് ഈ പറഞ്ഞ പേജ് ഏതാണെന്നും ഞാനതൊന്നും ഫോളോ ചെയ്യുന്ന ആളല്ല. ഉള്ള കാര്യം നേരെ പറയുന്നതേ ഉള്ളൂ. ഇപ്പൊ നാളെ ഇപ്പൊ എന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഞാനിപ്പോ ആര്യക്കെതിരെയോ അരുൺകുമാറിനെതിരെയോ അഡ്വക്കേറ്റ് MR അഭിലാഷിനെതിരെയോ അല്ലെങ്കിൽ ജിതിൻ ദേവിനെതിരെയോ ഒക്കെ പോസ്റ്റ് ഇട്ട് ആക്ഷേപകരമാണ് അല്ലെങ്കിൽ ഒത്തിരി സങ്കടകരമായിട്ടും മോശപ്പെട്ട രീതിയിലും ആണെങ്കിൽ നടപടി എടുക്കണം എന്ന് ആവശ്യപ്പെട്ട് നിങ്ങൾക്കും ആ പ്രൊസീജിയേഴ്സ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്തിട്ടുള്ളതായിരിക്കും. അതാ ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആർക്കും ചെയ്യാവുന്നതാണ്. അങ്ങനെ പരാതി കൊടുക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അങ്ങനെ മാറ്റപ്പെട്ട അതിനെ കുറിച്ചിട്ട് ഒരു ആധികാരിക വിവരമൊന്നും എനിക്കില്ല. മനസ്സിലായി. ഓക്കെ, എനിക്കതിനെക്കുറിച്ച് അറിയില്ല ആര്യ. എനിക്കതിനെക്കുറിച്ച് അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ എന്തായാലും ഈ മാസ് റിപ്പോർട്ടിംഗ് നടത്തി പൂട്ടിക്കുന്ന പക്ഷത്തുമില്ല, ഈ മാസ് റിപ്പോർട്ടിംഗ് നടത്തുന്ന രീതിയിൽ നാട്ടുകാരെ തെറി പറഞ്ഞ് അതിനെ കൈയടിപ്പിക്കുന്ന സൈഡിലും ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിപ്രായം പറയേണ്ട ചിലപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം കുറച്ച് രൂക്ഷമായി പറഞ്ഞെന്ന് വരും. പക്ഷെ എങ്കിൽ പോലും ആ അഭിപ്രായം പറയുന്നതിൽ ഉറച്ചു വയ്ക്കാനുള്ള തൻ്റെ ഇടമൊക്കെ നമുക്കുണ്ട്. ഇതല്ലാതെ ചുമ്മാ ഈ മാതിരി ഇപ്പോൾ പോസ്റ്റ് കാണാനില്ല, കാർഡ് കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ VD സതീശൻ്റെ, കുറേ പേര് പറയുന്ന SFIയുടെ നേതാവ് പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ തലയിലാണ്. എന്തിനാണ് ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്? മെറ്റയോട് കംപ്ലൈന്റ് ചെയ്ത് അന്വേഷിച്ചാൽ പോരെ? ഒന്നും അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ChatGPTയോടോ അല്ലെങ്കിൽ പറഞ്ഞത് ജെമിനിയോട് ചോദിച്ചാൽ പോരെ?
അല്ലെങ്കിൽ ഈ പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ ആളുകൾ എന്തിനാണ് ഞങ്ങളെ വെക്കിട്ട് കയറുന്നതെന്ന് മാത്രം ഇതുവരെ മനസ്സിലായില്ല. ഞാൻ അത്രയേ ഉള്ളൂ. അതിന് കവിഞ്ഞൊരു ഗൗരവം ഇതിലില്ല. ഞാൻ മനസ്സിലാക്കുന്ന മെസ്സി വിവാദത്തിൽ നിന്ന് തടിയൂരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന അഭ്യാസമാണ് ഈ കാർഡ് കാണാതെ പോയി എന്ന് പറഞ്ഞാൽ. ഇതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള കാർഡുകൾ ഇറക്കി വി ഡി സതീശനെയും കേരളത്തിലെ സർക്കാരിനെയും മന്ത്രിമാരെയും കോൺഗ്രസ് നേതാക്കന്മാരെ ആക്ഷേപിക്കുന്ന എത്രയോ കാർഡുകൾ പല മാധ്യമ ഇതിന്റെ വന്നിട്ടുണ്ടല്ലോ. അതിനൊന്നും ആർക്കും എതിരെ അതൊന്നും കാണാതാക്കപ്പെട്ടില്ലല്ലോ. അപ്പോൾ മെറ്റ പറയുന്നു മെറ്റയുടെ അൽഗോരിതം സെറ്റിങ്ങിന്റെ ഭാഗമായിട്ട് അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷന്റെ ഭാഗമായിട്ട് മാറിപ്പോയതാണ് എന്ന് പറയുന്നു. അതിനപ്പുറത്ത് എന്തെങ്കിലും വിവരങ്ങളുണ്ട് ഇവർ പറയട്ടെ. ഊഹാപോഹങ്ങളല്ലാതെ കൃത്യമായി 10 കൊല്ലം ഈ സംസ്ഥാനം ഭരിച്ച പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഊഹാപോഹങ്ങളല്ലാതെ ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു വിവരവും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാനാണ്? ശരി.